മണ്ഡലം BJP സ്ഥാനാർത്ഥി ശ്രീ വത്സല പ്രസന്നകുമാറാണ് നമ്മളോടൊപ്പം. നമുക്ക് ചോദിക്കാം. അതെനിക്കറിയാം. കോൺഗ്രസ് നേതാവായിരുന്നു, പെട്ടെന്ന് BJPയിൽ, ഒപ്പം സ്ഥാനാർത്ഥിയുമായിരുന്നു. പെട്ടെന്നല്ല, ഞാൻ ഒരു 6 വർഷത്തോളം പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിലൊതുങ്ങിയതാണ്. പിന്നെ അതിനും 5 കൊല്ലം മുൻപ് ഞാൻ നിശബ്ദമായി മുനിസിപ്പാലിറ്റിയിലിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ എനിക്കുണ്ടായ ഒരു വഞ്ചനയാണത്. അദ്ദേഹം നിർബന്ധപൂർവം ഞാൻ 2ാം വട്ടം ചെയർമാനായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ മറ്റുള്ളവർ വരുന്നവർക്കൊരു സാധനം ഒഴിഞ്ഞു കൊടുക്കണ്ടേ, എന്നും നമ്മൾ തന്നെ അവിടെ ഇരിക്കാൻ കൊള്ളില്ലല്ലോ. ഒന്നിടവിട്ട സമയത്ത് വനിതകൾക്ക് ചെയർമാൻ സ്ഥാനം കിട്ടും. ഞാൻ നിന്നാൽ പിന്നെ എനിക്കല്ലേ എടുക്കാൻ പറ്റുള്ളൂ, സീനിയോറിറ്റി പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് ഇനി മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് പോയ എന്നെ നിർബന്ധപൂർവ്വം പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഇലക്ഷന് നിൽക്കണം, ഞാൻ നിന്നില്ലെങ്കിൽ ഭരണം കിട്ടില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ശക്തനായ ഒരാളായിരുന്നു, അദ്ദേഹം മരിച്ചു പോയിട്ടോ, എന്നെ അലി എന്ന് നിന്നാൽ ജയിക്കുകയും ചെയ്യും, അവർക്ക് ഭരണം കിട്ടും LDFന്. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് എന്നെ കൺവിൻസ് ചെയ്തത്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും പകുതി വഴിക്ക് നിന്നു പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ആവശ്യമാണെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ട് നിന്നു. പക്ഷേ എന്നെ തോൽപ്പിച്ചിട്ട് ഭരണം കിട്ടാനുള്ള പരിപാടിയാണ് നടന്നത്. ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ഞാൻ തോറ്റില്ല. അത് എൻ്റെ ഞാനും ദൈവത്തിൽ നല്ലോണം വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഞാൻ തോൽക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായൊരു കാര്യമായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ തോറ്റില്ല. 4 വോട്ടിനാണ് ജയിച്ചത്. ആ 4 വോട്ട് വിലപ്പെട്ടതാണ്. എന്നെ ജയിപ്പിച്ച അത്രയും കൊടുങ്കാറ്റ് അടിച്ചു ഞങ്ങളുടെ വാർഡിൽ, ഒരു വാർഡാണ്. അപ്പോൾ ആ കൊടുങ്കാറ്റിൽ ഞാനിത് രക്ഷപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ജനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കുമായിരുന്നു. എൻ്റെ ജനങ്ങളോടൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് രാജിവെക്കാതെ 5 കൊല്ലം ഞാൻ അവിടെ സഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ലാതെ ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പാർട്ടിയുടെ, ആ പാർട്ടി ഭരിക്കുന്നു. ആ പാർട്ടി ഭരിക്കുമ്പോൾ ഞാനൊന്നുമല്ലാത്ത മട്ടിലാണ് അവിടെ എല്ലാം നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ നിശബ്ദം അതെല്ലാം സഹിച്ചിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒതുങ്ങി. ദൈവത്തിന് വിട്ടുകൊടുത്തു. ഇതിനെല്ലാം മറുപടി ദൈവം കൊടുത്തോട്ടെ, കൊടുത്തില്ലെങ്കിൽ പോട്ടെ. പക്ഷേ എനിക്കിപ്പോൾ പെട്ടെന്നാണ് ഈ തവണ ഭാരതീയ ജനതാ പാർട്ടി 2 ദിവസം കൊണ്ടാണ് നിർബന്ധപൂർവം എന്നെ അവർ ക്ഷണിച്ചു, അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളവർ. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് മടിച്ചു, എന്തിനാ ഇനി ഇതിനൊക്കെ പോകണമെന്ന് വിചാരിച്ച്. പക്ഷെ പിന്നെ എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എൻ്റെ മകൾ ഉൾപ്പെടെ പറഞ്ഞു, നമ്മൾ മത്സരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട, ആർക്കും വേണ്ടി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് വന്ന ആൾ എന്നെ വഞ്ചിച്ചിട്ട് അത് സഹിച്ച് ഞാൻ ഇരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചത്. ഞാനിവിടെ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ച നാട്ടിൽ. അങ്ങനെയുള്ള എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരാളുടെ സേവനത്തിന് പോകണ്ട. അദ്ദേഹം ഇപ്പോൾ ഉന്നതനായിട്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു സേവനമാണല്ലോ, അത് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ സർവ്വാത്മന സ്വീകരിച്ചു. ശരിയാണെന്ന് തോന്നി അത് ഞാൻ സ്വീകരിച്ചു. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്. ഇവിടെ ഇപ്പം മത്സരിക്കുന്ന 2 പേരും ഈ നാട്ടുകാരല്ല. അതുകൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. പിന്നെ ഞാനൊരു സ്ത്രീയാണ്. ഇവിടുത്തെ എല്ലാ പാവപ്പെട്ടവരും സ്ത്രീകളും തൊഴിലെടുക്കുന്ന പാവങ്ങളും എല്ലാം എന്നെ അറിയും. ഞാൻ സ്നേഹിക്കുന്നതാണ് അവരെയൊക്കെ. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ജയിക്കാൻ കഴിയുന്നു. എൻ്റെ പിന്നിലൊരു നല്ല ശക്തമായ പാർട്ടിയുണ്ട്. ഞാൻ വെറുതെ ജയിക്കാമെന്ന് പറയുന്നതല്ല. ശ്രീ നരേന്ദ്രമോദിജി ഉന്നയിക്കുന്ന ആശയങ്ങൾ, ഇവിടെ ഇപ്പോൾ ഈ ഹൈവേ നടക്കുന്നില്ലേ, അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് എത്രയോ കാലങ്ങളായി മരവിച്ച് കിടന്നിരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു മുഖച്ഛായ തന്നെ മാറുകയാണ് നാടിൻ്റെ. അത്രയും വലിയ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നടക്കുന്ന കാര്യങ്ങളിൽ തന്നെ ചിലയിടത്ത് അശാസ്ത്രീയത വന്നിട്ട് സമരം ചെയ്തിട്ട് അതിനെപ്പോലും എന്താണെന്ന് നോക്കാത്ത ജനപ്രതിനിധിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആ വികസനത്തെ മുന്നിൽ കണ്ട് പറവൂരിൻ്റെ ഇവിടെ വികസനം ഒരടിപ്പുണ്ടെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. അപ്പോൾ ആ പറവൂരിൻ്റെ വികസനം ഞാനും ലക്ഷ്യമിടുന്നു. മുനിസിപ്പൽ അംഗം എന്ന മുൻപരിചയം MLA പ്രവർത്തിക്കാൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും. മുനിസിപ്പൽ അംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമങ്ങളൊക്കെ പുസ്തകം വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ ജനങ്ങളോട് ഇടപെടാൻ നമ്മൾക്ക് അനുഭവ സമ്പത്ത് മതി. ആ അനുഭവ സമ്പത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് ആളുകളെ സ്നേഹിക്കാനും പാവങ്ങളോട് കരുണ കാണിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനുമുള്ള മനസ്സ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ധൈര്യമാണ്. പറവൂരിലെ ജനതയോട് എന്താണ് പറയാനുള്ളത്?
പറവൂരിലെ ജനതയോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ രാജാധികാരം നിങ്ങൾ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് എല്ലാ വീടുകളിലും ചെല്ലാനുള്ള നേരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പലരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വീടുകളിലേക്ക് ചെല്ലാൻ, പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് അനൗൺസ് ചെയ്യാനും കുറച്ച് വൈകി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഈ രാജാധികാരം പൂർണ്ണമായും താമരയെ ജയിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനമാണ് ലക്ഷ്യമിടേണ്ടത്. അതിനുവേണ്ടി അതെല്ലാവർക്കും അറിയാം, ഈ നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് ഒന്നും നടക്കുന്നില്ല, അത് സത്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിലകൊള്ളുന്നത്. അത് നരേന്ദ്രമോദിജി ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കുന്ന കുറേ പദ്ധതികളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ. അത് ഇവിടേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും, ഞാൻ ജയിച്ചാൽ. തീർച്ചയായിട്ടും ജനങ്ങളോട് അതാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് ചോദ്യം, മാറാത്തത് മാറും, കേരളം മാറും എന്നാണല്ലോ BJP സ്ലോഗൻ. പറവൂർ മാറുമോ? പറവൂർ മാറണമല്ലോ, മാറും, തീർച്ചയായിട്ടും മാറും. ആ മാറ്റം ആഗ്രഹിക്കുന്നു. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നോട് പറയുന്നു, അവരെന്നെ പറഞ്ഞു പറ്റിക്കുന്നതല്ല, കള്ളം പറയുന്നതല്ല, അവരൊക്കെ എന്നോട് പറയുന്നു മാറണം 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 എന്ന്. എൻ്റെ എല്ലാ വിജയാശംസകളും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.